എടവനക്കാട് കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സന്ദർശിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. പണിക്ക് പോയിരുന്നെങ്കിൽ അഞ്ചല്ല കാട് കടലാക്രമണ മേഖലയിലെ എസ് ശരൺ വിവരങ്ങൾ നൽകാൻ തത്സമയം ചേരുന്നുണ്ട്. ശരൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു ഈ എടവനക്കാട് കടലാക്രമണത്തിൽ അവിടെ നടന്നത്. നമുക്കറിയാം, അടുപ്പുകൂട്ടി പ്രതിഷേധങ്ങൾ വരെ നമ്മൾ അവിടെ കണ്ടതാണ്. ഇപ്പോൾ അങ്ങോട്ടാണ് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പ്രദേശവാസികൾ പറയുന്നുണ്ട്? സന്ദർശനം പുരോഗമിക്കുകയാണോ? പശ്ചിമ കൊച്ചിയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇതിനെതിരെയുള്ള വലിയ പ്രതിഷേധം നേരത്തെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇന്നലെ ചെല്ലാനം, കണ്ണമാലി അടക്കമുള്ള ഇടങ്ങളിൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലെ നീങ്ങിയിരുന്നത്. ഒപ്പം തന്നെയാണ് ഇടവനക്കാട് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നത്. ഇടവനക്കാട് ഡെത്തോ പോഡുകൾ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് കാലാകാലങ്ങളായിട്ട് ഇവിടെയുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നേരത്തെ ഇടവനക്കാട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നതിന് പിന്നാലെ ജില്ലാ കളക്ടർ ഇടപെട്ട് മന്ത്രിയുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ആ തീരുമാനം പ്രദേശവാസികൾ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ നിലപാട് നിലവിൽ ഇവിടെ പെട്രോൾ പോഡുകൾ സ്ഥാപിക്കേണ്ടതില്ല, മറിച്ച് ജിയോ ബാഗുകൾ മാത്രം സ്ഥാപിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ജിയോ ബാഗുകൾ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് ഈ തീരദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പെട്രോൾ പോഡുകൾ മാത്രമേ ഇതിനൊരു പ്രശ്ന പരിഹാരമായി മാറൂ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, വലിയ പ്രശ്നം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഹൈബിയുടെ MP, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകളും ഇവിടെയുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വീടുകളിലേക്ക് എത്തിയിട്ട് ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ അറിയുകയാണ്. എന്തായാലും ഇത് നിയമസഭയിൽ അടക്കം ഉന്നയിക്കാൻ, ശക്തമായി തന്നെ ഉന്നയിക്കുന്ന ഒരു നീക്കം കൂടിയാണ് പ്രതിപക്ഷം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം തുടരുകയാണ്. എടവനക്കാട് മേഖലയിലാണ്, എടവനക്കാട് കടലാക്രമണം രൂക്ഷമായി തുടരുന്ന മേഖലകളിലാണ് ഇപ്പോൾ സന്ദർശനം. എടവനക്കാട് കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിലാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഹൈബിയുടെ MP, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കളുടെ സന്ദർശനം നടക്കുന്നത്. ശരൺ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഓരോ പ്രദേശവാസികളുടെയും വീടുകളിൽ കയറി ചെന്ന് അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ് ചെയ്യുന്നത്.